ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കാപ്രിക്കോൺ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യണ സിറ്റുവേഷൻ എന്നാണ് വെച്ചാൽ മെസ്സേജസ് എടുക്കുക, അതല്ലാണ്ട് ബാക്കിയുള്ളത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. കോൺടാക്ട് ചെയ്യണത് വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ട് ചെയ്യുക. എന്താ വെച്ചാൽ ഫോൺ കോൾസ് എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. റീഡിങ്സ് നടന്നുകൊണ്ടിരിക്കണ സമയം ഞാൻ ഫോൺ കോൾസ് റിസീവ് ചെയ്യാറില്ല. അതുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ, ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ കാപ്രിക്കോൺ, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? നിങ്ങളുടെ ഓവറോൾ എനർജി കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി ടു ഓഫ് സോഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കറന്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഏസ് ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഞാൻ കാണുന്നത് ഇവിടെ ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഉണ്ടാവാൻ പോണേ. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ എനർജിയാണ്. കുറെ സ്റ്റേബിലിറ്റി ഉള്ള റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഫ്യൂച്ചർ ഉണ്ട് ഇവിടെ. ഇത് കുറെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാവണേ. അപ്പൊ നിങ്ങൾ രണ്ടാളും കുറെ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഫൈനലി കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോണു. ഇവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ട്, നല്ല ഒരു സ്റ്റേബിൾ ബിഗിനിങ് ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇതിന്റെ മുമ്പേ ഒരു സെപ്പറേഷൻ ആയിരുന്നു. ഹീലിംഗ് എനർജീസ് ഇവിടെ കാണാണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? നിങ്ങളുടെ കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങൾ കുറെ പാഷനറ്റ്ലി ഈ പേഴ്സന്റെ അടുത്തേക്ക് പോണു. കുറെ പാഷൻ ഉണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറെ ലവ് ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ആ പേഴ്സണും അത്ര തന്നെ ഫീലിങ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കിങ് ഓഫ് സോഡ്സ്. ഇവിടെ ഒരു അക്വേറിയസ് ലീബ്ര ജെമിനായി എനർജി കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സൺ മേ ബി ഒരു അക്വേറിയസ് ലീബ്ര ജെമിനായി ആയിരിക്കാം, ഇല്ലച്ചാ അവരുടെ എനർജി ഇപ്പൊ അങ്ങനെ ആവാം. ഒരു കുറെ ഡിറ്റാച്ച്ഡ് പോലെ ഒരു എനർജിയാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അത്ര ഒരു ഇമോഷണൽ കണക്ഷൻ ഇപ്പൊ ഉണ്ടാവില്ല. ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. രണ്ടാളുടെ ഇടയിൽ ഞാൻ കാണുന്നത് ചില കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു. ഡിവോഴ്സും കാണാണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും മേ ബി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ എന്തോ ഒരു റീകൺസിലേഷൻ കാണാണ്ട്. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി ടു ഓഫ് സോഡ്സ് ആണ്. ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ കാണുന്നത് എഫേർട്ട് ഇടണോ വേണ്ടേന്ന് ഷുവർ അല്ല. ഇമോഷണലി അവർക്ക് ഇവിടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഉണ്ടായതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അത്ര ഒരു ഷുവർ അല്ല ഇത് വേണോ വേണ്ടേന്ന്. പക്ഷെ ഞാനൊരു പുതിയ തുടക്കം കാണുന്നുണ്ട് ഇവരുടെ ലൈഫിൽ. അപ്പൊ എന്താ ഉണ്ടായേ പാസ്റ്റിൽ? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ എന്തോ ഒരു ട്രൂത്ത് പുറത്തു വന്നു, എന്തോ ഒരു കാര്യം പുറത്തു വന്നു. ഒരു പേഴ്സൺ ഇവിടെ കംപ്ലീറ്റ്ലി ഓണസ്റ്റ് ആയിരുന്നില്ല. ഒരു പേഴ്സന്റെ ലൈഫിൽ ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഞാൻ കാണുന്നത് ഒരു പേഴ്സൺ കമ്മിറ്റഡ് ആയിരുന്നില്ല. മറ്റേ പേഴ്സണെ മാതിരി കമ്മിറ്റ്മെന്റ് ഒരു പേഴ്സന്റെ സൈഡിൽ നിന്ന് കുറവായിരുന്നു. ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ അവർ കമ്മിറ്റഡ് ആണ്, ഫ്യൂച്ചർ വേണം, പക്ഷെ അതായിരുന്നില്ല സിറ്റുവേഷൻ. അപ്പോ ഇപ്പോഴത്തെ ഫീലിങ്സ് നിങ്ങളുടെ അവർക്ക് വേണ്ടിയിട്ട് 8 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കാണുന്നത് നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല കറന്റ് സിറ്റുവേഷനിൽ. ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി കുറെ കാണാണ്ട്. കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ കാണുന്നത് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ കുറെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ കുറെ ഹീലിംഗ് ഉണ്ടായിട്ടുണ്ട്. കുറെ വെയിറ്റ് ചെയ്തു നിങ്ങൾ. ഞാനൊരു ഇൻഡിപെൻഡന്റ് എനർജിയാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സോഡ്സ്. കുറെ റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ആങ്സൈറ്റി എനർജിയും കാണാണ്ട്.
ഈ പേഴ്സൺ തിരിച്ച് വരണോണ്ടായിരിക്കാം, അതിന്റെ കാരണമായിരിക്കാം. അതിൽ വെച്ച് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണു ഈ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യാൻ. ജഡ്ജ്മെന്റ് എനർജി ഉണ്ട് ഇവിടെ. ഈ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് ഞാൻ കാണുന്നത് അവർ ഒരു തീരുമാനം എടുക്കാൻ നോക്കണു, ഇത് വേണോ വേണ്ടേ, മുമ്പോട്ടേക്ക് പോകണോ. അവരുടെ ഭാഗത്തിനായിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാവുക. എന്തോ ഒരു കാരണം കൊണ്ട് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യണു, ഇല്ലച്ച ട്രാവൽ ചെയ്ത് മീറ്റ് ചെയ്യണു. ഇവിടെ എന്തോ ഒരു ബാലൻസിന്റെ എനർജി കാണാണ്ട്. അപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ ഇവിടെ സ്ട്രെങ്ത് ആണ്. കുറെ ഒരു ഇന്നർ സ്ട്രെങ്ത്തിന്റെ ആവശ്യം വരണു നിങ്ങൾക്ക് ഈ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മുമ്പത്തെ മാതിരി ചില ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ നോക്കണു, അതിനെയൊക്കെ മറന്ന ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ നോക്കണു. ഈ പേഴ്സന്റെ ഇന്റൻഷൻ 9 ഓഫ് കപ്സ്. അവർക്ക് ആക്ച്വലി നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, പക്ഷെ അവരുടെ ഭാഗത്തിലും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അതുകൊണ്ട് അവരും കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് ഇവിടെ നിങ്ങളുടെ ആക്ഷൻ? നിങ്ങൾ ആക്ച്വലി ആദ്യം ഞാൻ കാണുന്നത് അവരുടെ സോഷ്യൽ മീഡിയനെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മെല്ലെ അവരെ കോണ്ടാക്ട് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്, ഇത് ശരിയാണോ ചെയ്യണതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ പേഴ്സന്റെ ആക്ഷൻ 4 ഓഫ് കപ്സ്. അവർ ആക്ച്വലി ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരിയാണ് ബിഹേവ് ചെയ്യണത്, പക്ഷെ അവർക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് വേണം, സക്സസ് വേണം. ഇവർ ആക്ച്വലി മാരിഡും ആവാം, ഇല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ആക്ച്വലി ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ കൂടെ വരണം എന്നുണ്ട്, പോകണം എന്നുണ്ട്, മുമ്പോട്ടേക്ക് പോകണം എന്നുണ്ട്, പക്ഷെ എന്തോ ചില ബ്ലോക്സ് ഉണ്ട് ഇവരുടെ ലൈഫിൽ. പിന്നെ ഈ പേഴ്സൺ എല്ലാം കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുണ്ടാവില്ല. എന്തോ ഇവിടെ ഒരു ഡിസെപ്ഷന്റെ എനർജി ഉണ്ട് ഈ പേഴ്സന്റെ ഭാഗത്തിന്. എന്താണ് ഈ ഡിസെപ്ഷൻ? 10 ഓഫ് സോഡ്സ്, 7 ഓഫ് സോഡ്സ്, ക്വീൻ ഓഫ് കപ്സ്. അപ്പൊ ഇമോഷണലി അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു കണക്ഷൻ വേണം എന്നുണ്ട്, പക്ഷെ ഒന്നും മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു എന്തോ ഒരു ബ്ലോക്ക് കാണാണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റാഗ്നേഷൻ. അപ്പൊ ഔട്ട്കം എന്താണ് ഇവിടെ? ഔട്ട്കം എന്താ ഉണ്ടാവാൻ പോണേ? ഔട്ട്കം ഒരു റീകൺസിലേഷൻ ആണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. ഓക്കെ, ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. എൻഡിങ് കഴിഞ്ഞ ഒരു പുതിയ തുടക്കം ഉണ്ടാവും, പക്ഷെ ചില ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഡെവിൽ വരുമ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ് തന്നെയാണ്. ലൈക്ക് ഒരു ഈസി റിലേഷൻഷിപ്പ് അല്ല. ഇവിടെ എന്തോ ഒരു വേറെ തേർഡ് പാർട്ടി കാണാണ്ട്. സെപ്പറേഷൻ, ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഇസ് ഓൺ ദ ഹൊറൈസൺ. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ എനർജി കാണാണ്ട്. നിങ്ങൾ രണ്ടാളും പറഞ്ഞ മാതിരി സെപ്പറേറ്റഡ് ആവാം. എക്സ്പ്രസ് യുവർ ലവ് വന്നിട്ടുണ്ട്. ഗോ അഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജെസ്റ്റർ. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. അപ്പോൾ ഇവിടെ സൈൻസ് കാണുന്നത് കാപ്രിക്കോൺ, സ്കോർപിയോ, ലീബ്ര, ജെമിനായി, പൈസീസ്, സാജിറ്റേറിയസ്, അക്വേറിയസ്, കുറെ സൈൻസ് ഉണ്ട് ഇവിടെ. ലിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്, ഇതാണ് മെസ്സേജ്. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.